എക്സാമിന്റെ റിസൾട്ടിന് പോലും ഞാൻ ഇങ്ങനെ കാത്തിരുന്നിട്ടില്ല. ഞാൻ സിവിൽ സർവീസ് ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് കാത്തിരിക്കാഞ്ഞത് കേട്ടോ. 10ാം ക്ലാസ്സിൽ എന്തായാലും കാത്തിരുന്നിട്ടുണ്ട്, ജയിക്കും ഉറപ്പുണ്ടായിരുന്നു. സോറി, നമ്മൾ എന്തിനാ വെറുതെ കാട് കയറുന്നതല്ലേ. ഇവിടെ ഗോപൻ സ്വാമി സമാധിയുടെ ആ ഒരു രാസപരിശോധന റിസൾട്ടിന് കാത്തിരിക്കുന്നതിന്റെ ഇടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കടന്നു വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ മൂക്കിനൊരു മാന്ത്, തലയുടെ പിന്നിലൊരു കൊട്ട്, ചെവിയുടെ ബാക്കിൽ ഒരു ഇടി, എങ്ങനെ ഒരു സാധനമാണ്. 3 പാടുകളുണ്ട്. അതിൽ അമ്മച്ചി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊതുക് പോലും എന്റെ ചേട്ടായിനെ കടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല എന്നുള്ളതാണ്. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ മേത്തൊരു കൊതുക് വന്നിരുന്നാൽ ഞങ്ങളെ പെടോ എന്ന് അടിച്ചാണ്ട് കൊല്ലാറാണ് പതിവ്. അവിടെ എല്ലാവരും അതൊക്കെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങളുടെ ആ ആകാംക്ഷയെ പിടിച്ചു കുലുക്കുന്നില്ല, നേര് വീട്ടിലോട്ട്. ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാനും ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര